പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഒരു യാത്രയ്ക്ക് ശേഷം പോർസിംഗ്ല ആശ്രമത്തിലേക്ക് മടങ്ങിയെത്തുന്നു ബ്രദർ ലിയോയോടൊപ്പം. ഫ്രാൻസിസ് ചോദിച്ചു, പരിപൂർണ സന്തോഷം എന്തിലാണ് അടങ്ങിയിരിക്കുന്നത്? അദ്ദേഹം തന്നെ മറുപടി നൽകി, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിലോ വിജ്ഞാനം നേടുന്നതിലോ അനേകരെ മാനസാന്തരപ്പെടുത്തുന്നതിലോ അല്ല. ഈ തണുപ്പുള്ള രാത്രിയിൽ നാം ആശ്രമത്തിലെത്തുമ്പോൾ കാവൽക്കാരൻ നമ്മെ കഴുത്തിന് പിടിച്ച് തള്ളി പ്രഹരിച്ച് നിന്ദിക്കുമ്പോഴാണ്. സ്നേഹമുള്ളവരെ, സുഭാഷിതം 17:9 പറയുന്നു, തെറ്റുകൾ പൊറുക്കുന്നവൻ സ്നേഹം നേടുന്നു. അതെ, ദൈവസ്നേഹം നമ്മിൽ നിറയാൻ അപരൻ്റെ തെറ്റുകൾ പൊറുക്കുകയാണ് ഏക മാർഗം. നമുക്ക് ക്ഷമയുടെ പാഠം സ്വന്തമാക്കണ്ടേ? പരിശ്രമിക്കണ്ടേ? ഈ സന്ദേശം ക്ഷമിക്കാനുള്ള കൃപ നമുക്ക് തരട്ടെ. അധികാരികൾ കുറ്റപ്പെടുത്തുമ്പോഴും ചെയ്യാത്ത കുറ്റത്തിന് നിന്ദനം ഏൽക്കേണ്ടി വരുമ്പോഴും നാം ഓർക്കുക, നാം ദൈവസ്നേഹത്തിൽ വളരുന്നു. ഈ ദിനം നമുക്കൊന്ന് ആത്മശോധന ചെയ്ത് നമ്മെ തന്നെ ക്രമീകരിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മെ സഹായിക്കും. അവിടുത്തെ സന്നിധിയിലേക്ക് കരങ്ങൾ കൂപ്പാം.